കൊടവനെന്നും മുത്തിളെന്നൊക്കെ ഈ സസ്യത്തെ പറയാറുണ്ട്. ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കുമായിട്ടാണ് ഈ ഔഷധസസ്യം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇലകൾക്ക് നമ്മുടെ തലച്ചോറിലെ സെറിബെല്ലത്തിൻ്റെ സാദൃശ്യമുണ്ട്. അതുമല്ലെങ്കിൽ കിഡ്നിയുടെ ഷേപ്പാണ് ഇതിൻ്റെ ഇലകൾക്കുള്ളത്. മഞ്ഞൾ പ്രതിരോധശേഷിക്കും കുഴിനഖത്തിനും മുറിവിനും ഒക്കെ മരുന്നായിട്ട് മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട്. ഈ മഞ്ഞൾ കറിമഞ്ഞളാണ്, കസ്തൂരി മഞ്ഞളല്ല. കുറുന്തോട്ടി വാതരോഗം, പനി, വയറിളക്കം എന്നിവയ്ക്കാണ് കുറുന്തോട്ടി ഉപയോഗിക്കുന്നത്. പനിക്കൂർക്ക കഫശല്യം കുറയ്ക്കാനും അതേപോലെ തന്നെ പനിക്കുമാണ് പനിക്കൂർക്ക ഉപയോഗിക്കുന്നത്. തുമ്പ നേത്രരോഗം അതേപോലെ തന്നെ ഉദരരോഗം. നിത്യകല്യാണി അല്ലെങ്കിൽ ശവന്നാറി രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇഞ്ചി ഛർദിക്കും അതേപോലെ തന്നെ ഉദരരോഗങ്ങൾക്കും വളരെ ഫലപ്രദമാണ്. തുളസി ചുമ, തൊണ്ടവേദന, ഉദരരോഗങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. കീഴാർനെല്ലി മഞ്ഞപ്പിത്തത്തിനാണ് കീഴാർനെല്ലി ഉപയോഗിക്കുന്നത്. ചെറുള വൃക്കരോഗത്തിനാണ് ചെറുള ഉപയോഗിക്കുന്നത്. മുക്കുറ്റി പ്രമേഹം, പനി, ചുമ. വെള്ളിലത്താളി കണ്ണിന് കുളിർമ നൽകാൻ ഉപയോഗിക്കാറുണ്ട്. ബ്രഹ്മി കുട്ടികളിൽ ബുദ്ധിശക്തി ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മി കൊടുക്കാറുണ്ട്. ശംഖുപുഷ്പം മാനസിക രോഗത്തിന് ആണ് ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പച്ച മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്നു. അത്തി വയറിളക്കം, ആസ്മ. അത്തിയിത്തി, അരയാൽ, പേരാൽ എന്നിവയാണ് നാൽപ്പാമര എന്ന് പറയുന്നത്. കല്ലുരുക്കി വൃക്കയിലെ കല്ല് മാറാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. എരുക്ക് കുമിൾനാശിനിയാണ് എരുക്ക്. ആര്യവേപ്പ് ചുമ, ത്വക്ക് രോഗങ്ങൾക്കാണ് ആര്യവേപ്പ് ഉപയോഗിക്കുന്നത്. ചങ്ങലം പരണ്ട എല്ലിന് അതേപോലെ തന്നെ വാതരോഗങ്ങൾക്ക്.